Hi dears, how are you? Welcome to our Hindi class. In the last class we have discussed about our fourth chapter Mamne Sujaira. Okay, today we are going to start the rest. Page number 24. All of you open page number 24. അപ്പം മാംനെ സുജായി രാഹ് വളരെയധികം കഷ്ടത്തിലായിട്ടും ദുഃഖത്തിലായിട്ടും ലേഖിക അമ്മ എന്ത് ചെയ്തത് അമ്മ സജസ്റ്റ് ചെയ്ത വഴിയിലൂടെ മുന്നോട്ട് പോയി എന്ത് ചെയ്തു ഉയർന്ന നിലയിലെത്തി. എന്തുകൊണ്ട്? വിൽ പവർ കൊണ്ട്. അപ്പോൾ അറിയാം, ഒരുപാട് ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടുകളിലും നമുക്ക് നേടാവുന്നത് നേടാൻ പറ്റും. നമുക്ക് ആത്മവിശ്വാസം വേണം. എന്നാൽ ഓക്കെ, പേജ് നമ്പർ 24. പഠായി കെ ലിയെ പൈസോം കി ജറൂർ. അങ്ങനെ അമ്മ പറഞ്ഞു തന്നു. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠനം അവസാനിച്ച ദുഃഖത്തിലിരിക്കുമ്പോഴാണ് അമ്മ വന്ന് ചോദിച്ചത്, നിനക്ക് എന്ത് വേണോ? നിനക്കിനി പഠിക്കണോ? മറ്റൊന്ന് ചിന്തിക്കാനില്ല. ഞാൻ പെട്ടെന്ന് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മ ചിന്തിച്ചത്, കറസ്പോണ്ടൻസ് കോഴ്സിനെ കുറിച്ച് എൻ്റെ അമ്മ പറയുകയും ആ വഴിയിലേക്ക് ഞാൻ ശ്രമിക്കുകയും ചെയ്തു. പഠിക്കാൻ ഒരുപാട് പണം ആവശ്യമുണ്ടായിരുന്നു. പഠായി കെ ലിയെ പൈസോം കി ജറൂരത്ത് थी. पैसों की इंतज़ाम करने के लिए मैंने अखबार न्यूज़ पेपर नौकरी के विज्ञापन पढ़कर आवेदन भेजने आरंभ किए. എന്ത് ചെയ്തു? അഡ്വർടൈസ്മെൻറ്റ് വിജ്ഞാപൻ പഠിക്കുക, അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വായിച്ചിട്ട് ആവേദൻ ഭേജന ആരംഭിക്കുക, ആപ്ലിക്കേഷൻ അയക്കാൻ ആരംഭിച്ചു. ഷായദ് മേരെ ബഡേ ഭായ്, എൻ്റെ വലിയ സഹോദരനെ ഞാൻ തുടർന്നും പഠിക്കുന്നത് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഉനോനെ മുझे रोकने എന്നെ തടയുന്നതിനുള്ള ഒരുപാട് പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ലേക്കിൻ മേംനെ ഹാർ നഹി മാനി, എന്നാലും ഞാൻ പരാജയപ്പെട്ടില്ല. एक दिन कनॉट प्लेस के एक एम्पोरियम में मुझे 350 रुपये प्रतिमाह पर नौकरी मिल गई. इस तरह शुरू हुआ मेरा काम के साथ पढ़ाई का सफ़र. मैंने 10वीं की परीक्षा दी और पास हो गई. पत्राचार माध्यम से ही मैंने आगे की पढ़ाई जारी रखी. पूसा ITI से अंग्रेज़ी आश्र लिपिक का कोर्स भी किया. इस दौरान सरकारी कार्यालय में दैनिक वेतन पर लिपिक अर्थात क्लर्क के पद पर कार्य भी करती रही. एक दिन कनॉट प्लेस के एक एम्पोरियम में, ഒരു ദിവസം കനോട്ട് പ്ലേസിലെ ഒരു എംപോറിയത്തിൽ എനിക്ക് 350 രൂപ പ്രതിമാഹ്, എവറി മന്ത്, ഒരു മാസത്തിൽ 350 രൂപ പ്രതിഫലമായിട്ട് നൗക്കരി മിൽഗയ, ഗോട്ട് ദ ജോബ്, ഒരു ജോലി കിട്ടി. ഒരു മാസം പണിയെടുത്താൽ കിട്ടുന്ന 350 രൂപ. ഇസ് തരഹ് ശുരു ഹുവ, എന്താണ്? ഇപ്രകാരം സ്റ്റാർട്ട് ചെയ്തു മേരാ കാം കെ സാത്ത് പഠായി കാ സഫർ ജേണി. ഇങ്ങനെയാണ് എൻ്റെ ജോലിയോടൊപ്പമുള്ള പഠനവും ആരംഭിച്ചത്. അപ്പോൾ ഒരുപാട് ന്യൂസ് പേപ്പറിലൊക്കെ എന്ത് ചെയ്തു, ആപ്ലിക്കേഷൻ അയച്ചു. അങ്ങനെ ജോലി കിട്ടി. കനോട്ട് പ്ലേസിലെ ഒരു എംപോറിയത്തിൽ ഒരു ചെറിയ ജോലിയാണ് കിട്ടിയത്. പ്രതിമാസം 350 രൂപ മാത്രമായിരുന്നു കിട്ടിയത്. അങ്ങനെ എവറി മന്ത് ഗോട്ട് 350. इस तरह इप्रകാരം സ്റ്റാർട്ടഡ് മേരാ കാം കെ സാത്ത് പഠായി കാ സഫർ, എൻ്റെ പഠനത്തോടൊപ്പമുള്ള ജേണി, സഫർ ജേണി. मैंने 10वीं की परीक्षा दी और पास हो गया. അപ്പോൾ 10ാം ക്ലാസ്സിൽ എൻ്റെ പഠനം പകുതി വെച്ച് നിർത്തിയതാണ്. പിന്നെ വീട്ടിലിരുന്നാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ मैंने 10ാം ക്ലാസ് പരീക്ഷ എഴുതുകയും और पास हो गई, പാസ്സാവുകയും ചെയ്തു. പത്രാചാർ മാധ്യം സെ, കറസ്പോണ്ടൻസ് ആയിട്ട് തന്നെ मैंने आगे की पढ़ाई जारी रखी, continued further studies. ഞാൻ എന്ത് ചെയ്തു? കണ്ടിന്യൂസ് ചെയ്തു പിന്നീടുള്ള അങ്ങോട്ടുള്ള വിദ്യാഭ്യാസവും. പൂസ ITI से अंग्रेज़ी आश्र लिपिक का कोर्स भी किया. പൂസ ITIയിലെ ഇംഗ്ലീഷ് സ്റ്റെനോഗ്രാഫറുടെ കോഴ്സാണ് ഞാൻ പിന്നെ ചെയ്തത്. ഇങ്ങനെ തന്നെ വീട്ടിലിരുന്ന് തന്നെ പഠിച്ചിട്ടാണ് ചെയ്തത്. പൂസ ITIയിലെ अंग्रेज़ी आश्र लिपिक പറഞ്ഞാൽ ഇംഗ്ലീഷ് സ്റ്റെനോഗ്രാഫറിൻ്റെ കോഴ്സ് भी किया ചെയ്തു. इस दौरान
ഡ്യൂറിങ് ദിസ് സർക്കാരി കാര്യാലയോ में സർക്കാർ ഓഫീസുകളിലെ ദൈനിക് വേതൻ पर ഡെയിലി വേജിനെ ലിപിക് അതായത് ക്ലർക്കിൻ്റെ പദ് पर कार्य भी करती थी. ക്ലർക്കിൻ്റെ പോസ്റ്റിൽ ഞാൻ എന്ത് ചെയ്തു, ജോലി ചെയ്തു. അതായത് ഡെയിലി വേജ് പറഞ്ഞാൽ എന്താ, ദൈനംദിന വേതനം. അതായത് 350 രൂപയായിരുന്നു തുടക്കത്തിൽ. അങ്ങനെ ഞാൻ പൂസ ITIയിൽ അംഗ്രേസി സ്റ്റെനോഗ്രാഫർ, ഇംഗ്ലീഷ് സ്റ്റെനോഗ്രാഫറിൻ്റെ കോഴ്സാണ് എടുത്തത്. അങ്ങനെ സർക്കാർ ഓഫീസുകളിൽ എന്താണ് ടെമ്പററി ആയിട്ട് എനിക്ക് ജോലി ലഭിച്ചു. ദൈനിക വേതനം പറഞ്ഞാൽ ഡെയിലി വേജിന് ക്ലർക്കിൻ്റെ പോസ്റ്റ് എനിക്ക് ലഭിച്ചു. बहुत कोशिश करने അപ്പോൾ ഒന്നുകൂടെ വായിക്കുക. एक दिन कनॉट प्लेस के एक एम्पोरियम में मुझे 350 रुपये प्रति माह पर नौकरी मिल गई. इस तरह शुरू हुआ मेरा काम के साथ पढ़ाई का सफ़र. मैंने 10वीं की परीक्षा दी और पास हो गई. पत्राचार माध्यम से ही मैंने आगे की पढ़ाई कंटिन्यूड फर्दर स्टडीज़. എങ്ങനെ, കറസ്പോണ്ടൻസ് ആയിട്ട് തന്നെ. पूसा ITI से अंग्रेज़ी आशु लिपिक का कोर्स भी किया. इस दौरान सरकारी कार्यालयों में दैनिक वेतन पर लिपिक अदायद क्लर्क के पद पर कार्य भी करती रही. नेक्स्ट, बहुत कोशिश करने पर मुझे बैंक से टाइपराइटर खरीदने के लिए ऋण मिल गया. വളരെയധികം പരിശ്രമിച്ചുകൊണ്ട് ടൈപ്പ്റൈറ്റർ വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ലോൺ ലഭിച്ചു. എവിടുന്ന്? ബാങ്കിൽ നിന്നും. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ലഭിച്ചത്. RK ടൈപ്പ് ആൻഡ് ഷോർട്ട് ഹാൻഡ് നാം സേ മെംനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഖോൽ ലിയ. അങ്ങനെ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് RK ടൈപ്പ് ആൻഡ് ഷോർട്ട് ഹാൻഡ് എന്ന പേരുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ തുറന്നു. അത് തുറക്കാൻ വേണ്ടി ടൈപ്പ്റൈറ്റർ വാങ്ങാൻ ഞാൻ ബാങ്കിൽ നിന്നും കടമെടുത്തു, ലോൺ എടുത്തു. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ലോൺ കിട്ടിയത്. അങ്ങനെ ടൈപ്പ്റൈറ്ററൊക്കെ വാങ്ങി ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നു. इस काम ने मुझे सफलता के साथ पहचान भी दिलवाई. ഈ ഇതോടുകൂടി in this work along with success also got recognition. എന്താണ് ഇതെനിക്ക് സന്തോഷത്തോടൊപ്പം തന്നെ എന്തുകൂടി തന്നു? കാമിനെ മുझे സഫലത, വിജയത്തോടൊപ്പം തന്നെ ഒരു എന്താണ് പഹച്ചാൻ, ഒരു തിരിച്ചറിവും കൂടെ എനിക്ക് ഉണ്ടാക്കി തന്നു. എനിക്ക് പറ്റുമെന്നുള്ള ഒരു തിരിച്ചറിവും കൂടെ എനിക്ക് ഉണ്ടാക്കി തന്നു. മുझे खुशी और സന്തുഷ്ടി, എനിക്ക് വല്ലാത്ത സന്തോഷമാണ് അനുഭവം. ഐ ഗോട്ട് ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, എനിക്കൊരു സന്തോഷം സാറ്റിസ്ഫാക്ഷനൊക്കെ ലഭിച്ചു. के बहुत कोशिश करने पर मुझे बैंक से टाइपराइटर खरीदने के लिए ऋण मिल गया. RK टाइप एंड शॉर्ट हैंड नाम से मैंने इंस्टीट्यूट खोल लिया. इस काम ने मुझे सफलता के साथ साथ पहचान भी दिलवाई. मुझे खुशी और संतुष्टि दोनों मिली. नेक्स्ट पैराग्राफ. जब कोई मेरे पास सलाह लेने या फॉर्म भरवाने आता था तो बड़े भैया भाभी को अच्छा नहीं लगता था. शायद ईश्वर को भी कुछ और ही मंजूर था. माम का निधन हो जाने पर बड़े भैया भाभी को अवसर मिल गया मेरा इंस्टीट्यूट बंद करवाने का. उन्हें डर था कि मैं घर पर कब्जा कर लूँगी. उन्होंने सारे टाइपराइटर घर से बाहर फेंक दिए. यद्यपि पड़ोसी बहुत अच्छे थे लेकिन मेरे भाई से डरते थे. सारा सामान रात भर बारिश में भीगता रहा. सामान खराब होने की चिंता में मैं रोती रही. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തുറന്ന് വളരെയധികം സന്തോഷം ലഭിച്ചു എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ഇരിക്കെ ജബ് കോയി മേരെ പാസ്, അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്തു, സലാഹ് ലേന അഡ്വൈസിന് വേണ്ടിയിട്ട്, അതുപോലെ ഫോം ഭർവാനൊക്കെ പല രീതിയിലുള്ള ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയൊക്കെ വരും. എന്നാൽ ബഡേ ഭയ്യ ബാബിക്കോ അച്ഛാ നഹി ലഗ്ത, എൻ്റെ വലിയ സഹോദരന് ഇതൊന്നും വലിയ ഇഷ്ടമായില്ല. ഷായദ് ഒരുപക്ഷെ മേ ബി ഈശ്വർ കോ ബി കുച്ച് ഔർ ഹി മൻസൂർ ഥാ. എന്താണ്? ഈവൻ ഗോഡ് അപ്രൂവ്ഡ് സംതിങ് എൽസ്. എന്താണ്? ഈശ്വരനും വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും. മാം കാ നിധൻ ഹോ ജാനെ പർ ബഡേ ഭയ്യ ബാബിക്കോ അവസർ മിൽ ഗയാ.
അമ്മയുടെ മരണത്തോടു കൂടി പിന്നെ ഞാൻ ഒറ്റയ്ക്കായി, അമ്മയും പോയി. അതിനുശേഷം ബഡാ ഭയ്യ ബാബി, എൻ്റെ വലിയ സഹോദരനും അതുപോലെ സഹോദരൻ്റെ ഭാര്യയും, അവർക്ക് അവസരം ലഭിക്കുകയായിരുന്നു മേരാ ഇൻസ്റ്റിറ്റ്യൂട്ട് ബന്ദ് കർവാനേക്ക, എൻ്റെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരവസരമാണ് അവർക്ക് കിട്ടിയത്. അവർക്ക് ഒന്നും ഇഷ്ടമായിരുന്നില്ല എൻ്റെ അടുത്തേക്ക് അഡ്വൈസിന് വരുന്നത്, അതുപോലെ ഫോം ഫില്ല് ചെയ്യാൻ വരുന്നതൊന്നും അവർക്ക് ബഡാ ഭയ്യ ബാബിക്കോ അച്ഛാ നെഹിം ലഗ്ത, ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്, അവർ ഒന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ എന്താണ്, മാം കാ നിധൻ ഹോ ജാനെപ്പ, അമ്മയുടെ മരണത്തോടു കൂടി അവർക്ക് അവസരം ലഭിച്ചു എന്ത് ചെയ്യാൻ, എന്നെ പരാജയപ്പെടുത്താൻ, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യാൻ, ബന്ദ് കർവാനേക്ക. ഉനേം ഡർത്താക്കി, അവർ ഭയന്നിരുന്നു. മേ ഗർ പർ കബ്ജ കർലുങ്ങി, ഞാനെങ്ങാനും വീട്ടിൽ ആധിപത്യം സ്ഥാപിക്കുമോ, വീടെങ്ങാനും ഞാൻ സ്വന്തമാക്കുമോ എന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. ഉന്നെ സാരി ടൈപ്പ് റൈറ്റർ ഗർ സെ ബാഹർ ഫേങ്ക് ദിയെ, അവരെന്ത് ചെയ്തു, മുഴുവൻ ടൈപ്പ് റൈറ്ററും വീട്ടിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. मैं घर पर कब्जा कर लूँगी, उन्होंने सारे टाइप राइटर, അവരെല്ലാ ടൈപ്പ് റൈറ്ററും എടുത്തുകൊണ്ട് എന്ത് ചെയ്തു, घर से बाहर फेंक दिया, എന്ത് ചെയ്തു, थ्रोन आउट. यद्यपि पड़ोसी बहुत अच्छे, although അവർ നൈബേഴ്സ് ബഹുത്ത് അച്ഛേ थे, വലിയ നല്ല ആളുകളായിരുന്നു ഞങ്ങളുടെ അയൽവാസികൾ. ലേക്കിൻ മേരെ ഭായ് സെ ഡർത്തേ थे, എന്നാൽ അവർക്ക് എൻ്റെ സഹോദരനെ ഭയമായിരുന്നു. അവർക്ക് സ്നേഹമൊക്കെ ആയിരുന്നു എന്നോട്, അവർ നല്ലവരായിരുന്നു, പക്ഷേ അവർക്ക് എൻ്റെ ബ്രദറിനെ ഭയമായിരുന്നു. बट अफ्रेड ऑफ माई ब्रदर, सारा सामान रात भर बारिश में भीगता रहा, മുഴുവൻ സാധന സാമഗ്രികളും രാത്രിയിൽ മഴയത്ത് കടന്ന് എന്ത് ചെയ്തു, ഭീഗിതാന വെച്ച് നനഞ്ഞുപോയി. സാമാൻ ഖരാബ് ഹോനേക്ക് ചിന്താമേമ്മയും രോത്തി രഹി, എൻ്റെ സാധനങ്ങളൊക്കെ, എൻ്റെ ടൈപ്പ് റൈറ്ററും മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നശിച്ചു പോകുന്നതോർത്ത് ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു. രോത്തി രഹി, കരഞ്ഞു. അപ്പോൾ വൺസ് മോർ, ജബ് കോയി മേരെ പാസ് സലാഹ് ലേനെ യാ ഫോം ഭർവാനെ ആത്താ ഥാ तो बड़े भैया भाभी को, भैया भाभी सहोदरനും ഭാര്യയും, अच्छा नहीं लगता, शायद ईश्वर को भी कुछ और ही मंजूर था. माम का निधन हो जाने पर बड़ा भैया भाभी को अवसर मिल गया मेरा इंस्टीट्यूट बंद करवाने का. उन्हें डर था कि मैं घर पर कब्जा कर लूँगी. उन्होंने सारे टाइपराइटर घर से बाहर फेंक दिया. यद्यपि पड़ोसी बहुत अच्छे थे, लेकिन मेरे भाई से डरते थे. सारा सामान रात भर बारिश में भीगता रहा. सामान खराब होने की चिंता में मैं रोती रही. അങ്ങനെ ലിസൺ നെക്സ്റ്റ് ചാപ്റ്റർ. ജാനെ കബ് മേരി ആങ്ക് ലഗ് ഗയി, എപ്പോഴാണ് അറിയില്ല, ഞാൻ ഉറങ്ങിപ്പോയി രാത്രിയിൽ. അച്ചാനക് മുझे ലഗാ कोई प्यार से मेरा सिर सहला रहा. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, മുझे felt that कोई प्यार से, ആരോ എന്നെ സ്നേഹത്തോടെ എൻ്റെ തലയിൽ ഇങ്ങനെ തടവുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഉറക്കത്തിൽ. വഹ് മാം കെ ഹാത്ത് കാ സ്പർശത, അതെൻ്റെ അമ്മയുടെ കരസ്പർശമായിരുന്നു. വേ കഹ് രഹി ഥി, അമ്മ എന്നോട് പറഞ്ഞു ഉറക്കത്തിൽ, തൂ ചേതാറാം കാ മക്കാൻ ക്യോ നഹി ലേ ലേത്തി, നീ എന്തുകൊണ്ട് ചേതാറാമിൻ്റെ ഹൗസ്, മക്കാൻ എന്ന് പറഞ്ഞാൽ വീട്, ക്യോം നഹീം എടുക്കുന്നില്ല, നീ എന്തുകൊണ്ട് ചേതാറാമിൻ്റെ വീടെടുത്ത് അവിടേക്ക് മാറുന്നില്ല എന്ന് എൻ്റെ അമ്മ ഉറക്കത്തിൽ എന്നോട് ഇങ്ങനെ ചോദിച്ചതായിട്ട് എനിക്ക് തോന്നി. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ചേതാറാം ചാച്ചാജി ഹമാരെ മൊഹല്ലെ മേം ഹി രഹത്തെ ഹേ, ചേതാറാം അങ്കിൾ ഞങ്ങളുടെ സ്ട്രീറ്റിലാണ് താമസിച്ചിരുന്നത്. മേംനെ 600 रुपये മഹീനെ പർ, 600 രൂപ മാസം അടകയായിട്ട് ഉൻകാ മക്കാൻ ലേ ലിയ, അവരുടെ വീട് വാടകയ്ക്കെടുത്തു. യഹ് അസ്ഥായി ടിക്കാന ഥാ, എന്നാൽ ഇതൊരു ടെമ്പററി ആയിട്ടുള്ള സ്ഥലമായിരുന്നു. മുझे तो സ്ഥായി ആവാസ് ചാഹിയെ, എനിക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥലം, വീട് ആവശ്യമായിരുന്നു. അപ്പം ജാനെ കബ് മേരി ആങ്ക് ലഗ് ഗയി, രാത്രി മുഴുവൻ ആലോചിച്ച് സങ്കടപ്പെട്ടിരുന്ന എനിക്ക്, എപ്പോഴോ ഉറങ്ങിപ്പോയതെന്നറിയില്ല. അച്ചാനക് മുझे ലഗ, പെട്ടെന്ന് എനിക്ക് തോന്നി, ആരോ സ്നേഹത്തോടെ എൻ്റെ തല ഇങ്ങനെ തടവുന്നതായിട്ട്, അതെൻ്റെ അമ്മയുടെ കരസ്പർശമായിരുന്നു. വേ കഹത്തി രഹത്തി തി, അവരെന്നോട് പറഞ്ഞു, തൂ ചേതാറാം കാ മക്കാൻ ക്യോം നഹിം ലേ ലേത്തി. ചേതാറാം ചാച്ചാജി മേരെ मोहल्ले में ही रहते थे. मैंने 600 रुपये महीने पर उनका मकान ले लिया. यह अस्थायी ठिकाना था, मुझे तो स्थायी आवास चाहिए था. मैंने BA किया.
അങ്ങനെ ഞാൻ BAയും പാസ്സായി. ബത്തൗർ ക്ലർക്ക് മേരി നൗക്കരി ലഗ് ഗയി, തുല്യമായൊരു ജോലി എനിക്ക് കിട്ടി. BAക്ക് തുല്യമായ ഒരു ജോലിയും എനിക്ക് ലഭിച്ചു. ആജ് മേം നൗക്കരി മേം സഹായക് ഗ്രേഡ് മേം ഹും, ഇന്ന് ഞാനൊരു ജോലിയിൽ ഒരു അസിസ്റ്റൻ്റ് ഗ്രേഡിൽ തന്നെയാണ്, നല്ലൊരു ഗ്രേഡിൽ തന്നെയാണ്. മുझे മാം കി ബഹ്ത് യാദ് ആ രഹി ഹേ, എനിക്കെപ്പോഴും എൻ്റെ അമ്മയെക്കുറിച്ചുള്ള വല്ലാത്ത ഓർമ്മ വരും. ആജ് വേ ഹോത്തീം, ഇന്ന് അവരുണ്ടായിരുന്നെങ്കിൽ തോ മേരി ഉന്നതി ദേഖ്, എൻ്റെ ഉയർച്ച കണ്ടിട്ട്, എൻ്റെ അഡ്വാൻസ്മെൻറ്റ് കണ്ടിട്ട് ഫൂലീന സമാത്തി, വളരെയധികം സന്തോഷിക്കുമായിരുന്നു. ക്യോ മെഹ് മാർഗ് ഉനീം കാ ദിഖായ ഹുവാ ഹേ, എന്തെന്നാൽ ഈ വഴി എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ അമ്മയാണ്. मैंने BA किया, बतौर क्लर्क मेरी नौकरी लग गई. आज मैं नौकरी में सहायक ग्रेड में हूँ. मुझे माम की बहुत याद आ रही है. आज वे होती, ഇന്നവരുണ്ടായിരുന്നെങ്കിൽ तो मेरी उन्नति देख फूली न समाती, क्योंकि यह मार्ग उन्हीं का दिखाया हुआ था. Okay. All of our chapter is completed. All of you read well 5 times. Okay. നന്നായിട്ട് വായിക്കുക 5 times എങ്കിലും. ഒരു സംശയം വേണ്ട, നിർബന്ധമായിട്ട് വായിക്കുക. യു ഷുഡ് റീഡ് 5 times. Okay. Today that's enough. See you next class. Thank you.